സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. എപ്പോഴും നമ്മുടെ ദുർബലതയും നമ്മുടെ പോരായ്മയും റബ്ബിൻ്റെ മുന്നിൽ എടുത്തു പറയുക എന്നുള്ളതാണ്. ഇതുപോലെ അള്ളാഹുവെ നീയല്ലാതെ തെറ്റ് പുറത്തു തരാൻ ആരുമില്ല, അള്ളാഹു ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എന്നിങ്ങനെ റബ്ബിനോട് പറയുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് അള്ളാഹുവുമായുള്ള സ്നേഹം നമുക്ക് വർദ്ധിപ്പിക്കും, മറ്റൊന്ന് നമുക്ക് താഴ്മയുണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് മാനസിക പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും, അതോടൊപ്പം നമുക്ക് റിസ്ക് വിശാലമാകും, അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, നമുക്ക് ബർക്കത്ത് ലഭിക്കുന്നതായിരിക്കും. ആകാശലോകത്തു നിന്നും അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി തേടും. നമുക്ക് ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും, പാപമോചന വാതിലുകൾ നമുക്ക് തുറക്കപ്പെടും. അതോടൊപ്പം തന്നെ നമുക്ക് തൗഫീഖ് വർദ്ധിക്കും. അതേപോലെ നമ്മുടെ മനസ്സിനെ തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടും. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകും. അതോടൊപ്പം ശിക്ഷയിൽ നിന്നുമുള്ള മോചനം നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പാപമോചനം നടത്തുന്നവർക്ക് എന്തൊക്കെ സംരക്ഷണം കിട്ടുമോ അതൊക്കെ നമുക്കും ലഭിക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്കുണ്ടാകും. കാരണം യുഹിബ്ബു തവ്വാബീൻ എന്നാണല്ലോ, അള്ളാഹു പശ്ചാത്തപിക്കുന്നവർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാറുമായി നടക്കുന്നവർക്ക് അള്ളാഹു അവരുടെ മനസ്സിന് വിശാലത കൊടുക്കും. അതോടൊപ്പം തെറ്റുകൾ പുറത്തു കൊടുക്കും. അതോടൊപ്പം തന്നെ ആരെങ്കിലും ഇസ്തിഗ്ഫാറുമായി മുന്നോട്ട് നീങ്ങിയാൽ മിൻ കുല്ലി ലയ്യിഖിൻ ഖറജ എന്നാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും അവനെ അള്ളാഹു രക്ഷപ്പെടുത്തും.